നമസ്കാരം. മലയാള സിനിമയിൽ അതുവരെ നിലനിന്നിരുന്ന പ്രേത സങ്കല്പങ്ങളെ പൊളിച്ചെഴുതിയ ഒരു സിനിമയുണ്ടായിരുന്നു. 1968 അത് റിലീസ് ചെയ്തത്. സിനിമയുടെ പേര് യക്ഷി. പക്ഷേ ഈ സിനിമയിൽ മനുഷ്യൻ്റെ സംശയത്തിൽ നിന്നും ഭയത്തിൽ നിന്നും ഉടലെടുക്കുന്ന രൂപമായി യക്ഷിയെ അവതരിപ്പിക്കുന്നു. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ പ്രശസ്തമായ നോവലിന് പ്രശസ്ത സംവിധായകനായ KS സേതുമാധവൻ്റെ ക്ലാസിക് ദൃശ്യാവിഷ്കാരമായിരുന്നു യക്ഷി എന്ന സിനിമ. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൈക്കോളജിക്കൽ ത്രില്ലറായിരുന്നു ഈ സിനിമ. ഈ സിനിമയുടെ പ്രത്യേകതകളെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. മലയാറ്റൂർ രാമകൃഷ്ണൻ 1967 ഈ നോവൽ രചിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ അപകർഷതാബോധവും ആത്മസംഘർഷങ്ങളും അവനെ എങ്ങനെ ഒരു ഭ്രമാത്മക ലോകത്തിൽ എത്തിക്കുന്നു എന്നതാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ ഈ നോവലിലൂടെ വിവരിക്കുന്നത്. സംവിധായകൻ KS സേതുമാധവൻ ഈ നോവലിലെ സങ്കീർണമായ മനഃശാസ്ത്ര വശങ്ങളെ ഒട്ടും ചോർന്നു പോകാതെ തന്നെ തിരശ്ശീലയിൽ എത്തിച്ചു. മനുഷ്യൻ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നത് പുറത്തുള്ള ശക്തികളെയല്ല, തൻ്റെ ഉള്ളിലെ നിഴലുകളെയാണെന്ന് ഈ സിനിമ വെളിപ്പെടുത്തുന്നു. നോവലിൽ നായകനായ ശ്രീനിവാസിൻ്റെ ആത്മകഥങ്ങളെ സിനിമയിൽ സത്യൻ്റെ ശബ്ദത്തിലൂടെയും ഭാവത്തിലൂടെയും സംവിധായകൻ മികച്ചതായി ആവിഷ്കരിച്ചു. ഈ സിനിമയെ ഉജ്ജ്വലമാക്കുന്ന പ്രധാന ഘടകം സത്യൻ്റെയും ശാരദയുടെയും അഭിനയമാണ്. കോളേജ് പ്രൊഫസറായിരുന്ന ശ്രീനിവാസൻ ഒരു ലാബ് അപകടത്തിൽ മുഖം വികൃതമാകുന്നതോടെ മാനസികമായി തകരുന്നു. തൻ്റെ വികൃതമായ മുഖം കാരണം ഒരു സ്ത്രീയും തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല എന്ന ചിന്ത അയാളെ വേട്ടയാടുന്നു. ആ സമയത്താണ് രാഗിണി എന്ന സ്ത്രീ ശ്രീനിവാസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ശാരദ അവതരിപ്പിച്ച രാഗിണി എന്ന കഥാപാത്രം അതിസുന്ദരിയാണ്, ശാന്തയാണ്. പക്ഷേ രാഗിണിയുടെ അമിത സ്നേഹവും അപ്രതീക്ഷിത കടന്നുവരവും ശ്രീനിവാസനിൽ സംശയമുണ്ടാക്കുന്നു. അവളൊരു യക്ഷിയാണോ? തൻ്റെ ചോര കുടിക്കാൻ വന്നതാണോ? സത്യൻ്റെ കണ്ണുകളിലെ ഭയവും ശാരദയുടെ നിഗൂഢമായ ചിരിയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രെയിമുകളിൽ ഇന്നും വിറയലുണ്ടാക്കും. ഒരു സൈക്കോ അനലിറ്റിക് രീതിയിൽ നോക്കിയാൽ ശ്രീനിവാസിൻ്റെ രോഗാതുരമായ മനസ്സാണോ രാഗിണിയെ ഒരു യക്ഷിയായി കാണുന്നത് അല്ല, നീ ഒരു യക്ഷിയാണ് നമുക്ക് മനസ്സിലാവും. ഈ സിനിമയിലെ സംഗീതത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇതിലെ പാട്ടുകൾ കഥാപരിസരത്തോട് അത്രമാത്രം ചേർന്ന് നിൽക്കുന്നുണ്ട്. G ദേവരാജൻ മാസ്റ്ററുടെ സംഗീതത്തിൽ വയലാർ രാമവർമ്മ എഴുതിയ 4 മനോഹരമായ ഗാനങ്ങളുണ്ടതിൽ. രാഗിണിയുടെ വരവിനെ അനുസ്മരിപ്പിക്കുന്ന മനോഹരമായ ഒരു ഗാനം, സ്വർണ്ണച്ചാമരം വീശിയെത്തുന്ന യക്ഷ കിന്നര ഭാവത്തിലൊരു ഗാനം. സ്വർണ്ണച്ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ വിളിച്ചു ഞാൻ വിളി വിളിച്ചു, ഞാൻ വിളി കേട്ടു തുടിച്ചു. സിനിമയുടെ നിഗൂഢത മുഴുവൻ ഉൾക്കൊള്ളുന്ന മറ്റൊരു ഗാനം. ശ്രീ മഹാദേവൻ തൻ്റെ കഥാസന്ദർഭത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു രചന, ഒരു പ്രഭാമണ്ഡലം. ശ്രീനിവാസിൻ്റെ മാനസികാവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു ഗാനം. അന്നത്തെ കാലത്ത് യേശുദാസിൻ്റെ ഒരു ഗാനമില്ലാത്ത സിനിമയുണ്ടായിരുന്നില്ല. പക്ഷേ യക്ഷിയിൽ സ്ത്രീ കഥാപാത്രം കേന്ദ്രമായിരിക്കുന്നതുകൊണ്ട് തന്നെ P. സുശീലയുടെ 4 മനോഹരമായ ഗാനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സംവിധായകൻ്റെയും സംഗീത സംവിധായകൻ്റെയും മികച്ച ഒരു തിരഞ്ഞെടുപ്പായി നമുക്കിതിനെ കാണാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ ഏറ്റവും വലിയ കരുത്ത് നിഴലുകളുടെ ഉപയോഗമാണ്. ശ്രീനിവാസിൻ്റെ മനസ്സിലുള്ള ഇരുട്ടും വെളിച്ചവും മെല്ലി റാണി എന്ന മികച്ച ക്യാമറാമാൻ അതിമനോഹരമായി വരച്ചിട്ടു. ഒരു ഹൊറർ സിനിമ എന്ന നിലയിലല്ല, ഒരു ക്യാരക്ടർ സ്റ്റഡി എന്ന നിലയിലാണ് ഇദ്ദേഹത്തിൻ്റെ ക്യാമറ ചലിക്കുന്നത്. നായകൻ്റെ ഭയത്തെ പ്രേക്ഷകൻ്റെ ഭയമാക്കി മാറ്റുന്നതിൽ ഇതിൻ്റെ പശ്ചാത്തല സംഗീതവും എഡിറ്റിങ്ങും മികച്ച പങ്കുവഹിച്ചു. ലളിതമായ സെറ്റുകളിലൂടെയാണെങ്കിലും അസ്വസ്ഥതയുണ്ടാക്കുന്നതിൽ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ വിജയിച്ചു. 1968 ഇറങ്ങിയ ഈ സിനിമ, യക്ഷി എന്ന് പറയുന്ന ഈ സിനിമ ഇന്നും പ്രസക്തമാണ്. കാരണം മനുഷ്യൻ്റെ അപകർഷതാബോധവും സംശയവും ഇന്നും മാറിയിട്ടില്ല. സയൻസ് ഫിക്ഷൻ്റെയും സൈക്കോളജിയുടെയും അതിർവരമ്പിലൂടെ സഞ്ചരിച്ച ഈ സിനിമ മലയാള സിനിമയിൽ
ഒരു പുതിയ വഴിവെട്ടി തുറന്നു. അവസാനം സത്യം തിരിച്ചറിയുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ശ്രീനിവാസൻ നമ്മുടെ മനസ്സിൽ ഒരു നൊമ്പരമായി മാറുന്നു. മലയാറ്റൂരിൻ്റെ നോവൽ വായിച്ചിട്ടുള്ളവർക്കും സിനിമ കണ്ടിട്ടുള്ളവർക്കും അറിയാം ഇതൊരു പ്രേതകഥയല്ല എന്ന്. മറിച്ച് മനുഷ്യൻ്റെ മനസ്സിൻ്റെ കഥയാണ്. സിനിമയെ ഗൗരവമായി കാണുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് യക്ഷി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. യരലവി ചിത്രകൂടം ഇനിയും വരും. സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കുക.